പെരുമ്പാവൂർ നഗരസഭയിലെ 23-ാം വാർഡിൽ ഉൾപ്പെടുന്ന പൊതുവഴിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ കർശന ഇടപെടലുകളുമായി വാർഡ് കൌൺസിലർ ഫയറുന്നിസ നസീറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ രംഗത്ത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിക്ഷേപിച്ചിരുന്ന മാലിന്യ കൂമ്പാരം ഇവിടെ നിന്നും നീക്കം ചെയ്തു. ഇനിയും പൊതുവഴിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. പെരുമ്പാവൂർ നഗരസഭയിലെ പൊതുവഴികളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ഇക്കാലം അത്രയും 23-ാം വാർഡിൽ ഉൾപ്പെടുന്ന 9 മുറിക്ക് സമീപത്തുള്ള പൊതുവഴി മാലിന്യം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇതുവഴി ആളുകൾ സഞ്ചരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വലിയ വാഹനങ്ങൾ കടന്നു പോകാത്തതിന്റെ അവസരം നോക്കിയാണ് പലരും ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയിരുന്നത്. മാലിന്യങ്ങളിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം അസഹ്യമായതോടുകൂടെ നഗരസഭ വിഷയത്തിൽ ഇടപെട്ടു. 23-ാം വാർഡ് കൌൺസിലർ ഫയറുന്നിസ നസീറിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് എത്തി ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും കണ്ടിൻജൻസി തൊഴിലാളികളുടെയും സഹകരണത്തോടുകൂടെ ഇവിടെ നിന്ന് മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്തു. ഏകദേശം 2 ലോഡോളം മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയതായാണ് ലഭിക്കുന്ന വിവരം. പ്രദേശത്തുള്ള ആളുകൾ തന്നെയാകാം ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത് എന്നാണ് നിഗമനം. എന്നാൽ ഇനി ആരെങ്കിലും ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപത്തിന് തുനിഞ്ഞിറങ്ങിയാൽ അവർക്കെതിരെ അതികർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് 23-ാം വാർഡ് കൌൺസിലർ നൽകുന്നത്. ഇതുകൂടാതെ ഇത്തരക്കാരെ കണ്ടെത്തുന്നതിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ CCTVകളുടെ സഹായവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി അവിടെ വേസ്റ്റ് നിക്ഷേപിക്കാതിരിക്കാനായിട്ട് അവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ സഹായിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ പൊതുവഴിയാണ്, ഒരു സ്വകാര്യ വ്യക്തികളുടെയും വഴിയല്ല. ഈ വഴിയിൽ ഇനി മാലിന്യങ്ങൾ നിക്ഷേപിച്ച് ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണെന്ന് കൂടി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. നയാഗ്ര വെള്ളച്ചാട്ടം കൊച്ചിയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ വിസ്മയ എക്സ്പോയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ ദ സറിയൽ വെള്ളച്ചാട്ടത്തിന്റെയും അവിസ്മരണീയ അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം.